അനന്തപുരിയിൽ ഇനിയുള്ള 12 നാളുകൾ സംഗീത പെരുമഴ. 51ാമതു ശ്രീ നീലകണ്ഠശിവൻ സംഗീതോത്സവത്തിന് തുടക്കമായി. 2026 ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 12 ദിവസങ്ങളിലായി സംഗീത ലോകത്തെ പ്രശസ്തരും പ്രഗത്ഭരമായ നിരവധി സംഗീതജ്ഞർ ദിവസവും വൈകുന്നേരം 4 മണി മുതൽ സംഗീത കച്ചേരികൾ അവതരിപ്പിക്കുന്നു. നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ മഹാമഹം ആരംഭിക്കാം. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീ സംഗീത് ശിവസൗധത്തെ ക്ഷണിക്കുന്നു. വിനായക തുണൈ ശേന്തരുൾ സിദ്ധി വിനായക തുണൈ ശേന്തരുൾ ധനാധിപതി സുരജനാധിപതി തൊഴും അനാധിപതി മഹാഗണപതിയാന വിനായക വിനായക തുണൈ ശേന്തരുൾ സിദ്ധി വിനായക തുണൈ ശേന്തരുൾ. നമ്മുടെ സംഗീത ചരിത്രം പരിശോധിക്കുമ്പോൾ 3 ഇതിനെ വിഭജിക്കുന്നുണ്ട്. സംഗീത തിരുമൂർത്തികൾക്ക് മുൻപ്, സംഗീത തിരുമൂർത്തികളുടെ കാലം, സംഗീത തിരുമൂർത്തികൾക്ക് ശേഷം. സംഗീത തിരുമൂർത്തികൾക്ക് ശേഷം ഉള്ള ആ പിരിവിൽ നോക്കുമ്പോഴത്തേക്ക് പല മഹാന്മാർ നമുക്കറിയാം. ആ കൂട്ടത്തിൽ വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു മഹാനായിരുന്നു ശ്രീധരകണ്ഠ ശിവൻ സ്വാമികൾ. അദ്ദേഹം ഏതാണ്ട് 1500 പരം കീർത്തനങ്ങൾ തമിഴിൽ രചിച്ചിട്ടുണ്ട്. അത് കൂടുതലും ഈ കരമനയിൽ തന്നെ താമസിക്കുകയും ഇവിടുത്തെ സത്യഭാഗേശ്വര സ്വാമിയെയും ഓമത്യമ്പാളിനെ കുറിച്ചെല്ലാം ധാരാളം കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ കൊല്ലത്തെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ദൗത്യം. ആദ്യമായി ഞാൻ ബഹുമാനപ്പെട്ട കുമരൻ രാജശേഖരൻ സാറിനെ സ്വാഗതം ചെയ്തുകൊള്ളു. എത്രയും തിരക്കട്ട പരിപാടികളുണ്ടെങ്കിലും നമ്മുടെ സംഗീത സഭയിൽ വരികയും കുറച്ച് സമയം നമ്മോടൊപ്പം ചെലവാക്കാൻ കാണിച്ച മഹാമനസ്കനെ നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി പ്രശസ്ത നാഗസ്വര വിദ്വാൻ ശ്രീ തിരുവിഴ ജയശങ്കർ അവരുടെ ആർദ്രവുമായി ഈ ഇന്നത്തെ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിലവിളക്കിൻ്റെ തിരികൾ തെളിയിച്ച് ഈ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട കുമ്മനം രാജശേഖരൻ സാറിനോടും തിരുവിഴ ജയശങ്കർ സാറിനോടും നമ്മുടെ ട്രസ്റ്റ് അംഗങ്ങളോടും വേണുഗോപാൽ സാറിനോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും വളരെ വിനീതമായ നമസ്കാരം. വീണ് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റും. എന്നോട്
പ്രസംഗിക്കണമെന്നോ പങ്കെടുക്കണമെന്നോ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഒരു ദൈവ നിയോഗം പോലെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതൊരു സൗഭാഗ്യസന്ദായകമായ നിമിഷമായി ഞാൻ കരുതുകയാണ്. തിരുവിഴ ജയശങ്കർ സാർ എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. അതിനേക്കാളേറെ ഒരു ഗുരുനാഥനും കൂടിയാണ്. ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ എനിക്ക് നാസരം വായിക്കാൻ അറിയാം, അങ്ങനെ ഒരു ശിഷ്യനായിരിക്കുമെന്ന് പലരും കരുതി. എനിക്കതൊന്നും അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഒട്ടേറെ പാഠങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ലാളിത്യം, അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്ന സത്യസന്ധത, ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സമർപ്പണ മനോഭാവം, ഏറ്റെടുക്കുന്ന കാര്യം നിഷ്കാമമായി, നിസ്തന്ത്രമായി, നിസ്വാർത്ഥമായി അത് ചെയ്തു തീർക്കുന്നതിൽ കാണിക്കുന്ന കാർക്കശ്യം, ഇതെല്ലാമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പകർന്നു കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഗുരുനാഥനായി കരുതുകയാണ്. ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ ഞാൻ യോഗ്യനാണോ എന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനതുകൊണ്ടാണ് ഇത് പതുങ്ങിയിരുന്നത്. കാരണം എന്നോട് പാടണമെന്ന് പറഞ്ഞാൽ എനിക്ക് പാടുന്നുണ്ട്. പക്ഷേ ഞാൻ ഉദ്ഘാടകനാണ്. ഈ ഇങ്ങനൊരു മഹാകർമ്മം നിർവഹിക്കാൻ അവസരം നൽകിയ എൻ്റെ ഭാരവാഹികളോട് എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സംഗീത രാവുകൾ ഇവിടെ നടക്കാൻ പോകുന്ന ആ മേള ഉത്സവം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഇന്നിവിടെ ആരംഭിക്കുന്ന നീലകണ്ഠ ശിവൻ അവരുടെ 51ാമത് വാർഷികം സംഗീതോത്സവം എന്തുകൊണ്ടും ധന്യമായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട്, എല്ലാം ഒരു നിമിത്തവും ഒരു നിയോഗവും, ആ രണ്ട് വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ കുമ്മന രാജശേഖരൻ അവർ ഇവിടെ വരുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. അത് തിരുവിഴ ജയശങ്കർ സാറിൻ്റെ ആ ഒരു സഹ ഒരു ആളെന്ന രീതിയിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ഭാഗ്യം സിദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ തിരുവിഴ ജയശങ്കർ സാറിന് ഒരു അവാർഡ് കൊടുക്കാനായിട്ട് ദൈവം വിധിച്ചത് കുമ്മനം രാജശേഖരൻ സാർ അവർക്കാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ വിചാരിച്ചാലും ശരി, നടക്കുന്ന എന്താണോ എന്നുള്ളത് അത് നമുക്ക് മുകളിലുള്ള ദൈവം വിചാരിക്കും, അതുപോലെ നടക്കുകയുള്ളൂ. എന്തായാലും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഇവിടെ ചുറ്റും ഓടി നടക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ കണ്ടു കാണും, CV കൃഷ്ണമൂർത്തി സാർ, മാനേജിങ് ട്രസ്റ്റി. അദ്ദേഹമില്ലാതെ ഞങ്ങൾ ആരുമില്ല. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളോടുകൂടി മാത്രമേ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളൂ. പക്ഷേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു 1 മാസം പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞാലും അദ്ദേഹം നമ്മളോട് പറഞ്ഞു, ഞാൻ ഉദ്ഘാടന സമയത്ത് അവിടെ ഒന്ന് ഇരുന്നിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് ശക്തമായിട്ട് പറഞ്ഞത്, ഉദ്ഘാടനങ്ങൾ നടക്കും. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന അങ്ങയുടെ ആരോഗ്യമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി എന്തും. അതുകൊണ്ട് എൻ്റെ ഇതായിട്ട് ഞാൻ അദ്ദേഹത്തെ കർശനമായിട്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ മതി, ഞങ്ങൾ ബാക്കിയുള്ള എല്ലാം കൂടി നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ വേദിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹമാണ് ഈ സഭ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് നമ്മളെ കൊണ്ടുപോയി ഈ നിലയിൽ എത്തിക്കാൻ കാരണം. ഇതിലെല്ലാം കാരണമായ ഒരു മനുഷ്യനുണ്ട്, വേണുഗാനം ജനാർദ്ദനയ്യർ. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹം തുടങ്ങി വെച്ച ആ സഭ ഇന്ന് 51ാം വർഷത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ, അതും ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരുപാട് പ്രഗത്ഭവതികളായ കലാകാരന്മാരെ കൊണ്ട് ഇവിടെ നമുക്ക് സംഗീത കച്ചേരി അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വേറെ ആരുടെയും അനുഗ്രഹമല്ല, ഓമത്തമ്പ സമേത തിരുവാകേശ്വര സ്വാമിയുടെയും നീലകണ്ഠ ശിവൻ അവരുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. ഞങ്ങളെല്ലാം ഒരു ഉപകരണങ്ങൾ മാത്രമാണ്.
എന്തായാലും ഇവിടെ നിറഞ്ഞിരിക്കുന്ന ഈ ഓഡിയൻസാണ് നമ്മുടെ എല്ലാ ബലവും. അവർ ഓഡിയൻസ് ഇല്ലെങ്കിൽ നമ്മളാരുമില്ല. അവരുടെ ആ ഒരു സംഗീത സഭയിലുള്ള വിശ്വാസം അവർ എക്കാലവും സൂക്ഷിക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഈ വർഷത്തെ ശ്രീ നീലകണ്ഠ ശിവൻ പുരസ്കാരം നാം സമർപ്പിക്കുന്നത് നാഗസ്വരത്തിന് പുതിയ ഒരു മാനം നൽകിയ ഡോക്ടർ തിരുവിഴ ശ്രീ ജയശങ്കർ സാറിനാണ്. ഒരു വലിയ നാഗസ്വര കുടുംബത്തിലെ മൂന്നാമത്തെ കണ്ണിയായ അദ്ദേഹം മുത്തച്ഛനായ ശംഖു പണിക്കരുടെയും പിതാവായ രാഘവ പണിക്കരുടെയും കീഴിലാണ് ശിക്ഷണം തുടങ്ങിയത്. തുടർന്ന് RLV കോളേജ്, ചിറ്റൂർ ഗവൺമെൻറ് കോളേജ്, തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജ് എന്നിവിടങ്ങളിലായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് തിരുവനന്തപുരം ആകാശവാണിയിൽ ഉദ്യോഗത്തിൽ പ്രവേശിച്ച അദ്ദേഹം അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡ് തുടങ്ങി അനേകം തൂവലുകളുണ്ട് അദ്ദേഹത്തിൻ്റെ തലപ്പാവിൽ. അദ്ദേഹത്തിന് ശ്രീ നീലകണ്ഠ ശിവൻ പുരസ്കാരം സമർപ്പിക്കാൻ ബഹുമാനപ്പെട്ട മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. സംഗീതവും ശാസ്ത്രവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു അപൂർവ പ്രതിഭയാണ് ഈ വർഷത്തെ യുവപ്രതിഭാ പുരസ്കാര ജേതാവായ ശ്രീ സംഗീത് ശിവസൗധം. വാഴമുട്ടം ശ്രീ B ചന്ദ്രബാബു, വർക്കല CS ജയറാം എന്നിവരിൽ നിന്ന് വായ്പാട്ടും വൈക്കം ശ്രീമതി പത്മാകൃഷ്ണനിൽ നിന്ന് വയലിനും അഭ്യസിച്ച അദ്ദേഹം ആകാശവാണിയുടെ A ഗ്രേഡ് വായ്പാട്ടിൽ കരസ്ഥമാക്കി. 13-ാം വയസ്സിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ടാലന്റ് സെർച്ച് സ്കോളർഷിപ്പിനും അർഹനായി. കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം ഇപ്പോൾ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോസസ് കൺട്രോൾ ലാബിൽ സേവനമനുഷ്ഠിക്കുന്നു. യുവപ്രതിഭാ പുരസ്കാരം വാങ്ങാനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ അത് നൽകാനായി ശ്രീ കുമ്മനം രാജശേഖരൻ സാറിനെ. എന്നെ ഏറ്റവും വളരെയധികം സ്നേഹിക്കുന്ന, എനിക്ക് എൻ്റെ കാര്യത്തിലെല്ലാം താല്പര്യമുള്ള കുമ്മനം രാജശേഖരൻ സാറ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഈ ഉപഹാരം വാങ്ങിക്കാനും അങ്ങനെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടാനും. അത് നോക്കണേ എങ്ങനെ വന്ന് എൻ്റെ കൂടെ ചുമ്മാ വന്നതാണ്. പക്ഷെ വന്നപ്പോൾ അത് ഇങ്ങനൊരു ഭാഗ്യമായിട്ട് മാറി. അതാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് എനിക്ക് ഇന്ന് തോന്നിയത്. ഇങ്ങനൊരു ചടങ്ങിൽ വരാനും പങ്കെടുക്കാനും ഞാൻ അനുഗ്രഹം വാങ്ങിക്കാനും പുരസ്കാരം ലഭിക്കാനും ഇടയായാലും എനിക്ക് വളരെയധികം സന്തോഷവും നന്ദിയും ഉണ്ടെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. കഴിഞ്ഞ നവതിക്ക് മുമ്പായിട്ട് ബോംബെ ഷഡ്മുഖാനന്ദ സഭ നാഥൂർ ചക്രവർത്തി രാജരത്നം പിള്ളയുടെ അവാർഡ് ഒന്ന് ആലോചിച്ച് നോക്കണം. തമിഴ്നാട്ടിൽ പോകാതെ കേരളത്തിൽ കിടന്ന തിരുവിഴ ജയശങ്കർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു മലയാളിക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയോ. സിലോൺ, തമിഴ്നാട്, പിന്നെ കർണാടക, ആന്ധ്ര, ഈ 4 സ്ഥലങ്ങളിൽ നിന്നുള്ള 40 നാസര വിദ്വാൻമാരെ ക്ഷണിച്ച് അവർ ഇരിപ്പുണ്ട് അവിടെ. അവരുടെ ഇടയിൽ വെച്ചാണ് എനിക്ക് തന്നിരിക്കുന്നത് ഒരു വലിയ വിളക്ക്. മുമ്പ് പറഞ്ഞു മാറ്റി ഒരു ഭയങ്കര വിളക്ക്. ഇപ്പോഴും അതിൻ്റെ കളർ ഇങ്ങനെ തിളങ്ങുന്ന കളറാണ്. ഒരു തങ്ക നാഗസ്വരം, ഒരു വലിയ ഒരു ഹെഡോ ഇത് പറയുന്ന ഒരു വലിയ കിരീടം. രാവിലെ രാജരത്നപിള്ളയുടെ ഫോട്ടോ എഴുന്നള്ളിച്ചുകൊണ്ട് വന്ന് പൂജ, ശങ്കരപടത്തിനുള്ള ഔദ്വാരെല്ലാം വന്ന് പൂജയെല്ലാം കഴിഞ്ഞിട്ട്
ആ പീഠത്തിൽ എന്നെ ഇരുത്തി ഓതുവാര് പൂജ ചെയ്ത് അമാലെ കിരീടമൊക്കെ വെച്ച് പൂജ ചെയ്യണം. ഞാനങ്ങനെ ഇങ്ങനെ സ്വർഗത്തിലിരിക്കുന്ന മാതിരിയായിരുന്നു കുറേ നേരത്തേക്ക്. അത് കഴിഞ്ഞ് നവതി പിന്നെ എല്ലാവരും ആഘോഷിച്ചപ്പോഴാണ് ശബരിമല ധർമ്മശാസ്താവിൻ്റെ ഹരിവരാസന പുരസ്കാരം. ഇതിൽ കൂടുതലൊരു ഭാഗ്യം എനിക്ക് വേറെ കിട്ടാനില്ല. വാസ്തവം പറഞ്ഞാൽ ആ അയ്യപ്പസ്വാമിയുടെ അടുക്കൽ ഞാൻ 28-29 വർഷമായി ശബരിമലയിൽ പോയിട്ട്. അതിനു മുമ്പായിട്ട് പന്തളം കൊട്ടാരത്തിൽ തന്നെ വിളിച്ച് തത്വമസി പുരസ്കാരം ചെന്നു. ഈ പരമപൂജനായ നീലകണ്ഠ ശിവന്റെ സന്നിധിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം എനിക്ക് ലഭിക്കാൻ ഇടയായതിൽ ഇതിൽ പിന്നെ ഒരു സന്തോഷം, ഹൃദയം നിറഞ്ഞ ഒരു സന്തോഷം. എല്ലാ ഇതും നന്ദിയും എങ്ങനെ നിങ്ങളുടെ മുമ്പ് പറയുമെന്ന് എനിക്കറിയാമെന്നില്ല. അത്രയ്ക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാം കൊണ്ടും എല്ലാ രീതിയിലും പ്രതിപാദനനായ നാദസ്വര ചക്രവർത്തി ശ്രീ തിരുവിഴ ജയശങ്കർ അവറുകൾക്ക് നമ്മുടെ നീലകണ്ഠ ശിവൻ സംഗീത സഭയുടെ പുരസ്കാരം നൽകി ആദരിക്കുവാൻ സാധിച്ചത് നമുക്ക് ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രശസ്തരായ കലാകാരന്മാരെ നമ്മൾ ആദരിക്കുമ്പോൾ നമ്മുടെ സഭ തന്നെ വളരെ ഉയരത്തിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും നമ്മളെല്ലാവരും ആദരിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് കലാകാരന്മാർ. ഇപ്പം 2 അവാർഡ് കിട്ടിയാലും അവർക്ക് അവാർഡ് കിട്ടുന്നത് നമുക്കാണ് ആദരവ്. പൈസ ഉള്ള അവാർഡാണ്, പൈസ കയ്യിലിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ എത്ര അവാർഡ് കിട്ടിയാലും അത് നമ്മുടെ കേരള സമൂഹത്തിന് ഇവിടെ നമുക്ക് എല്ലാവരെയും നമ്മൾ ആദരിക്കപ്പെടുന്നതിന് തുല്യമാണ്. Respected dignitaries on the dais, revered gurus, esteemed organizers, and my dear Rasikas, namaskaram to all. For any musician from Kerala, especially from Trivandrum, Karamana and the Nilakanda Sangeeta Sabha holds a truly sacred place in our hearts. I express my heartfelt gratitude to the organizing committee members of Nilakanda Sangeeta Sabha, especially the judging panel members, for deeming me worthy of this honor. For all those who have gathered here, I thank you all for your warmth and encouragement. I request all your continued prayer and support as I take new steps in my musical journey ahead. Thank you all.
സുഖ സുഖ മൃദംഗതാളം സുഖ സുഖ മൃദംഗതാളം സുഖ സുഖ മൃദംഗതാളം ജഗജിനിമോ സുഖ സുഖ
Madani Sadani, Nina Magara, Nina Nina Sadani, Gari Gari Sani Dani Sani Nama Gari Sani Dani Sani 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 Dani, Madani Sadani, Nina Magara, Nina Nina Sadani, Gari Gari Sani Dani Sani Sani Nama, Nina Nina Magari Sani Gama Nina Sani Gama, Gama 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 Dani, Madani Sadani, Dani Sani, Sani Sani Gama Gama, Gari Gama 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 Dani Sani 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 Dani, Madani Sadani, Nina Magara, Nina Nina Sadani, Gari Gari Sani Dani, Nina Nina Sani Gama Gama, Gari Gama Dani Thank you.